മദ്യനയത്തിൽ സർക്കാരിനോട് 6 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ്. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിനാണെന്നും മന്ത്രിമാർ എന്തിനാണ് കള്ളം പറയുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു. എന്നാൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ടൂറിസം വകുപ്പിൽ നടന്നിട്ടില്ല എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മറുപടി. ബാർക്കോഴ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച 6 ചോദ്യങ്ങൾ ഇതാണ്. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിന്? ടൂറിസം വകുപ്പിന്റെ അനാവശ്യ തിടുക്കം എന്തിനു വേണ്ടിയായിരുന്നു? ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കള്ളം പറഞ്ഞത് എന്തിന്? ഡിജിപിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ? കെ എം മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉണ്ടായപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. ആ മാതൃക സ്വീകരിക്കാത്തതെന്ത്? സർക്കാരിനെതിരെ ഗുരുതര ആരോപണമുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ മൌനം എന്തുകൊണ്ട്? മദ്യനയവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ കൂടിയാലോചന നടത്തിയതിനും ടൂറിസം വകുപ്പ് സൂം മീറ്റിംഗ് നടത്തിയതിനും തെളിവുണ്ട്. 2 മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അബ്കാരി നയത്തിന്റെ മാറ്റം വരുത്താൻ ടൂറിസം വകുപ്പിന് എന്താ കാര്യം? ടൂറിസം വകുപ്പിന് എന്താണ് ചുമതലപ്പെടുത്താൻ കാര്യം? അപ്പൊ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. എക്സൈസ് മന്ത്രി മാത്രമല്ല, ടൂറിസം വകുപ്പ് മന്ത്രി കൂടി രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഞങ്ങൾ എടുത്തു. ഇവർ രണ്ടുപേരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ടൂറിസം മന്ത്രിയോ വകുപ്പോ ഡ്രൈ ഡേ എടുത്തു കളയണമെന്ന നിലപാട് പറഞ്ഞിട്ടില്ല എന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. വകുപ്പിന് മുന്നിൽ വരാത്ത വിഷയത്തിലെ ആരോപണത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. റിപ്പോർട്ടർ, കൊച്ചി, തിരുവനന്തപുരം.